ഇന്ന് അനേകരും ആരാധനയ്ക്കെന്ന് പറഞ്ഞ് പോകുന്നത് ശരിക്കും ആരാധിക്കുവാൻ ആകുന്നുവോ? മറ്റ് പല ഉദ്ദേശങ്ങളോടെയല്ലേ? ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കൽ വെളിയിൽ പോകുവാനും മറ്റുള്ളവരെ കാണുവാനും അല്ലെങ്കിൽ കാണിക്കുവാനും ലഭിക്കുന്ന ഒരേ ഒരു അവസരമാകുന്നു ഞായറാഴ്ചത്തെ ആരാധന അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ആരാധന. ചിലർ ശുശ്രൂഷകനെ കാണിക്കുവാനും മറ്റു ചിലർ ഒന്ന് വിശ്രമിക്കുവാനും ഒക്കെയായി പോകുന്നു എന്ന് തോന്നും. ഇത്രയൊക്കെ പോയിട്ടും അവരുടെ ജീവിതത്തിന് വ്യത്യാസം ഒന്നുമില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ജീവസന്ദേശത്തിൻ്റെ യിരെമ്യാ പ്രവചന പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് സ്വാഗതം. ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുപോയ ഹാബേലിൻ്റെയും കായീൻ്റെയും ചരിത്രം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരാധനയെപ്പോലെ തന്നെ ആരാധകരും ദൈവത്തിന് വളരെ പ്രസക്തമായിരിക്കുന്നു എന്നാണ് ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. തൻ്റെ ആരാധനാലയം കള്ളന്മാരുടെ ഗുഹയായി തീർന്നപ്പോൾ ദൈവത്തിനുണ്ടായ ഭാരമാണ് ഇന്നത്തെ ചിന്താവിഷയം. യിരെമ്യാ പ്രവചന പുസ്തകം 7-8 അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. തൻ്റെ ജനം കഷ്ടത്തിലും പ്രയാസത്തിലും കൂടി കടന്നു പോകുന്നത് നിസ്സഹായനായി കണ്ടു നിൽക്കുന്നിടത്തോളം ഒരു വലിയ മനുഷ്യന് വേദന നൽകുന്ന വേറെ എന്താണുള്ളത്? ഇതായിരുന്നു യിരെമ്യാ പ്രവാചകൻ്റെ അവസ്ഥയും. അവൻ നോക്കി നിൽക്കത്തന്നെ അവൻ്റെ ജനത്തെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോയി. ഇത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല. ലോകത്തിന് അനുഗ്രഹമായി ദൈവാനുഗ്രഹം നേരിട്ട് പ്രാപിച്ച എല്ലാ വിധത്തിലുമുള്ള സമ്പൽ സമൃദ്ധിയിലും ദൈവമാക്കി തീർത്ത ഒരു ജനം മറ്റുള്ളവരുടെ അടിമവേല ചെയ്യുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും ലജ്ജാകരമായ, ഇത്രയും ഹൃദയഭേദകമായ മറ്റേതൊരവസ്ഥയാണ് ഒരു മനുഷ്യനുണ്ടാകുവാൻ കഴിയുന്നത്? യഹൂദ രാഷ്ട്രം, അതായത് തെക്കേ രാജ്യം മുഴുവൻ അതിൻ്റെ ദുഃഖകരമായ അന്ത്യത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് അവരോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്ന ഉത്തരവാദിത്വം യിരെമ്യാവിൻ്റേതായിരുന്നു. 20-ൽ പരം വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവ് അറിയിച്ച ദൂത് വളരെ രൂക്ഷമായ ന്യായവിധിയും തൻ്റെ ജനത്തിന്മേൽ വരുവാൻ പോകുന്ന ശിക്ഷാവിധിയുമായിരുന്നു. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം വരെ നാം ചിന്തിച്ചല്ലോ. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് യോശിയ രാജാവിൻ്റെ ആജ്ഞപ്രകാരം ദേവാലയം വെടിപ്പാക്കിയപ്പോൾ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടിയതിന് ശേഷമുള്ള പ്രവചനങ്ങളാണ്. തൻ്റെ ജനത്തെക്കുറിച്ച് വലിയ കരുതലുള്ള വ്യക്തിയായിരുന്നു യോശിയാവ്. ചെറുപ്പക്കാരനായ രാജാവിന് ദൈവവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണത്. യോശിയ രാജാവും യിരെമ്യാ പ്രവാചകനും മിക്കവാറും ഒരേ പ്രായത്തിലുള്ളവരും ദൈവത്തിനായി ഏറെ തീഷ്ണതയുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂട്ടുകാരുമായിരുന്നിരിക്കണം. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയത് പുരോഹിതനായ ഹിൽക്കിയാവായിരുന്നു. അവൻ യിരെമ്യാവിൻ്റെ പിതാവും ആയിരുന്നു എന്നത് വളരെ മനോഹരമായിരിക്കുന്നു. ദൈവാലയം വെടിപ്പാക്കി അറ്റകുറ്റപ്പണി തീർത്തു. ഇപ്പോൾ ഉപയോഗത്തിനുതകുന്നതായി എന്നത് അനുഗ്രഹീതമായ അവസ്ഥയാണ്. ഇപ്പോൾ യിരെമ്യാവ് യഹോവയുടെ ആലയത്തിൻ്റെ കവാടത്തിങ്കൽ നിന്ന് തൻ്റെ ജനത്തിന് യഹോവയുടെ അരുളപ്പാട് നൽകുകയാണ് ചെയ്യുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദന്മാരുമായുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറക. നീ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, യിരെമ്യാ പ്രവചനം 26-ാം അധ്യായത്തിൽ കാണുന്ന പ്രവചനത്തോട് വളരെ സാമ്യമുള്ളതാകുന്നു ഇതെന്ന് ചിന്തിക്കുന്നവരുണ്ട്.
പ്രവചനം ഒരുപോലുള്ളതാണ്. എന്നാൽ അത് യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് നൽകുന്നതാണ്. വാതിൽക്കലല്ല നിൽക്കുന്നത്, പിന്നെയോ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, മറ്റൊരു രാജാവിൻ്റെ ഭരണസമയത്താണ് അത് നൽകപ്പെട്ടത്. എന്തായിരുന്നാൽ തന്നെയും ദൂത് വളരെ സാമ്യമുള്ളതാണ്. യിരെമ്യാവ് തൻ്റെ ചിന്താഗതിക്ക് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ദൈവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണി തീർത്തു. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു. ജനങ്ങൾ ദൈവാലയത്തിലേക്ക് നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവാലയത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. യുവാവായ യിരെമ്യാവ് ജനത്തിൻ്റെ സംസാരം കേൾക്കുന്നു. എന്നിട്ട് അവൻ ഇനിയും കാണുന്ന ദൂത് നൽകുകയാണ്. 3-ാം വാക്യം: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. അവിടുത്തെ ജനം ദൈവാലയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ രൂപാന്തരമില്ല. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് അവർ ജീവിച്ച അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. പുറമേയുള്ള ഒരു ഉണർവ് മാത്രമേ ഈ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. കുറെ കൂടി യാഥാർത്ഥ്യമായിട്ടുള്ള ഉണർവ് ഉണ്ടാകുന്ന സമയം വരും. എന്നാൽ ഈ സമയത്ത് അത് പുറമേയുള്ളൊരു ചലനം മാത്രമേ ഉള്ളൂ. തുടർന്ന് ജനത്തിൻ്റെ മനോഭാവത്തെ നാം കാണുന്നു. അതാകുന്നു യിരെമ്യാവിനെയും ഭാരപ്പെടുത്തുന്ന വിഷയം. 4-ാം വാക്യം: യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. ഈ പറഞ്ഞതിലൊക്കെ ജനങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് താങ്കൾക്ക് ഊഹിക്കുവാൻ സാധിക്കും. ദൈവാലയത്തെ നോക്കിക്കൊണ്ട് ഈ ജനം പറഞ്ഞു, എന്തൊരാലയം, ഇത് എത്ര മനോഹരമായിരിക്കുന്നു. അത് പുതുക്കി പണിതവർ ഒന്നാന്തരം ജോലിയാണ് ചെയ്തിരിക്കുന്നത്. അറ്റകുറ്റം തീർത്തവർ നല്ല ജോലിയാണ് ചെയ്തിരിക്കുന്നത്. ദേവാലയത്തിലേക്ക് വരുന്നത് പണ്ടത്തെ ആ നല്ല അനുഭവങ്ങളെപ്പോലെ ഉണ്ട് എന്ന് അവർ ചിന്തിച്ചു. ഈ ചിന്താഗതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നും ഇത് നാം നമ്മുടെയൊക്കെ ഇടയിൽ കാണുന്നുണ്ട്. ദൈവാലയത്തെ അഥവാ ആരാധനാലയത്തെ സംബന്ധിച്ച് വളരെ പ്രോത്സാഹനമുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന മനോഭാവമില്ല. ഇതത്ര യിരെമ്യാവ് ആ മനുഷ്യരിൽ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഈ കേൾക്കുന്ന വ്യാജ വാക്കുകളിൽ വിശ്വസിക്കരുത്. ദൈവാലയത്തിലേക്ക് വരുന്നതാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ കാര്യം എന്നതുപോലെയാണ് അവർ സംസാരിച്ചത്. ചരിത്രത്തിലെ ഈ പ്രത്യേക സമയത്ത് വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 ദിനവൃത്താന്ത പുസ്തകം 34-35 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കവിടെ അത് കാണുവാൻ സാധിക്കും. സംഭവിച്ചത് സത്യത്തിൽ ആശ്ചര്യകരമായ സംഗതിയായിരുന്നു. ഹിൽക്കിയ പുരോഹിതൻ ന്യായപ്രമാണ പുസ്തകം ശാഫാൻ്റെ കൈവശം നൽകുകയും അവൻ അത് രാജസന്നിധിയിൽ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. രാജാവ് യെരുശലേമിലും യഹൂദയിലും ഉണ്ടായിരുന്ന ജനത്തിൻ്റെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി വചനം വായിക്കുന്നത് അവരെ കേൾപ്പിച്ചു. തുടർന്ന് തങ്ങൾ ദൈവത്തെ മാത്രം പിൻപറ്റുമെന്ന ഒരു ഉടമ്പടി ദൈവം മുൻപാകെ ചെയ്തു. അവർ യെരുശലേമിൽ പെസഹ ആചരിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾ 35-ന്റെ 18-19 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ഞാനൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങൾ 35-ന്റെ 18-19. ശമൂവേൽ പ്രവാചകൻ്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദയും ഇസ്രായേലും യെരുശലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രായേൽ രാജാക്കന്മാർ ആരും ആചരിച്ചിട്ടില്ല. യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു. ദേവാലയത്തിലെ ആരാധന അവർ എല്ലാ യാഗങ്ങളോടും പെരുന്നാളുകളോടും കൂടി വീണ്ടും ആരംഭിച്ചു. ആയത് നല്ലതും വളരെ മനോഹരവുമായിരുന്നു. പിന്നീട് പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം ജനം തങ്ങളുടെ വഴികളെ നേരെയാക്കുവാൻ താല്പര്യപ്പെട്ടില്ല എന്നതത്രേ. അവർ അതുവരെ ജീവിച്ചതുപോലെ തുടർന്നും ജീവിക്കുവാൻ തുടങ്ങി. അതാണ് പ്രശ്നം.
യിരെമ്യാവ് പറയുന്നത് 10 കൽപ്പനയെക്കുറിച്ചല്ല, പിന്നെയോ 10 കൽപ്പനകൾക്ക് ശേഷം ദൈവം അവർക്ക് നൽകിയ നിർദ്ദേശങ്ങളുണ്ട്. അതെ, പുറപ്പാട് പുസ്തകം 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ആയത് ഇസ്രായേൽ മക്കളുടെ ദൈനംദിന ജീവിതത്തെയും അന്യോന്യമുള്ള ബന്ധത്തെയും കാണിക്കുന്നതാണ്. 7-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതയൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? പുതുക്കിപ്പണിത ദൈവാലയത്തെ പുകഴ്ത്തി അവർ സംസാരിക്കുമ്പോൾ തന്നെ അവർ ബാലിനെ ആരാധിക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്തതിൻ്റെ പിൻപിലെ ചിന്ത എന്തെന്നാൽ, ദൈവാലയം അറ്റകുറ്റം തീർക്കുകയും ശബത്ത് ദിവസം അവർ ദൈവാലയത്തിൽ വരെ വരികയും ചെയ്തതിനാൽ ദൈവം അവരെ സംരക്ഷിക്കും എന്നായിരുന്നു ആ മനുഷ്യർ മനഃപൂർവ്വമായി ചിന്തിച്ചത്. എന്നാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവർ മനഃപൂർവ്വമായി ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം അവരെ സംരക്ഷിക്കുമെന്നത് സത്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവരുടെ മനോഭാവത്തിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവർ ദൈവത്തെ വേണ്ടാത്തതുപോലെ ജീവിക്കുകയായിരുന്നു. എന്നാൽ തങ്ങളെ ബാധിക്കാത്ത ഒരു വാസ്തവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ദേവാലയം പുതുക്കിപ്പണിയുവാനായി അവർ ഒരു ധനശേഖരണം നടത്തുകയുണ്ടായി. അപ്പോൾ ജനങ്ങൾ ഔദാര്യമായി നൽകുകയും ചെയ്തു. എന്നിട്ട് അവർ ചിന്തിച്ചു, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ അവർക്ക് ഇത്രയും മാത്രം മതിയെന്ന്. യിരെമ്യാ പ്രവചനം പോലെ നമ്മുടെ ഇന്നത്തെ കാലത്തേക്ക് യോജിക്കുന്ന വേറൊരു പുസ്തകം ബൈബിളിൽ വേറെ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് തികച്ചും സത്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ എല്ലാവരും ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ഓടിക്കൂടും. പിന്നെ ഉപവാസ പ്രാർത്ഥനയായി, പ്രാർത്ഥനാ കൂട്ടങ്ങളായി. എന്നാൽ സാധാരണഗതിയിൽ പോകുമ്പോൾ എല്ലാവരും തങ്ങളുടേതായ വഴിക്ക് പോവുകയും ചെയ്യും. വലിയ വലിയ പള്ളികൾ വയ്ക്കുവാൻ മനുഷ്യർ മത്സരിച്ചെന്ന് പ്രവർത്തിക്കുന്നു. കോടികൾ മുടക്കി പണിത പള്ളിയിലാകുന്നു ആരാധിക്കുന്നത് എന്ന് പറയുന്നത് പലർക്കും എന്തൊരു ഗമയാണെന്നറിയാമോ? പുതിയ പള്ളിയല്ല, ആരാധനാലയങ്ങളല്ല സുഹൃത്തെ നമുക്കാവശ്യം, പുതുക്കപ്പെട്ട മനുഷ്യരെയാണ്. ഈ ആലയങ്ങൾ എത്ര വലുതായാലും പഴയ മനുഷ്യരെ തന്നെയാണ് അതിനകത്ത് കൂട്ടുന്നതെങ്കിൽ എന്താണ് വിശേഷം? യിരെമ്യാവ് തൻ്റെ ജനത്തോട് പറയുന്നതും ഇത് തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ യിരെമ്യാവ് പറഞ്ഞത് ഇനിയും നാം കാണുകയാണ്. ഇത് ക്രിസ്തു ഉദ്ധരിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അതങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നൂറ്റാണ്ടുകൾക്കപ്പുറം കർത്താവായ യേശു യെരുശലേമിലെ ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ഉപയോഗിച്ച പ്രസ്താവന ഇതുതന്നെയാണ്. യിരെമ്യാവിൻ്റെ കാലത്ത് ദൈവാലയത്തെ കള്ളന്മാരുടെ ഗുഹ എന്ന് വിളിച്ചു. കാരണം ആ ജനം ആഴ്ച മുഴുവനും തങ്ങളുടെ സഹോദരങ്ങളെ ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും തോന്നിയതുപോലെയൊക്കെ ജീവിച്ചിട്ട് ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം ഭക്തി നിർഭരമായി ദൈവാലയത്തിലേക്ക് വന്നിരുന്നു. അവരുടെ തൊഴിലിലോ സ്വഭാവത്തിലോ ബന്ധങ്ങളിലോ യാതൊരു മാറ്റവും ഒരു വ്യതിയാനവുമില്ലായിരുന്നു. ഇന്നും വലിയ ആളെ കൂട്ടുന്നതിലും പണം വാരിക്കോരി ചെലവഴിച്ച് പരസ്യം ചെയ്യുന്നതിലുമൊക്കെ വിശ്വസിക്കുന്ന അനേകരുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല, ആൾ കൂടുതൽ വന്നാൽ അത് ഉണർവാണ് എന്നവർ ആത്മാർത്ഥമായി കരുതുന്നു. എന്നാൽ അത് ഉണർവല്ല. ഉറക്കെ പാടുകയും പ്രസംഗിക്കുകയും വലിയ മ്യൂസിക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് ഉണർവാകുന്നു എന്ന് കരുതുന്ന മനുഷ്യർ വെറും മൂഢസ്വർഗത്തിലാകുന്നു കഴിയുന്നത് എന്ന് മറക്കരുത്. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താത്തതൊന്നും ആത്മീക ഉണർവല്ല. മനുഷ്യരിൽ പാപബോധം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ആത്മീക ഉണർവല്ല. ആത്മീയ ഉണർവെന്നാൽ ജീവനുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധത്താൽ നിറയ്ക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വ്യക്തികളും സമൂഹവും മാറ്റപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ മാറ്റമുണ്ടാകും.
18-ാം നൂറ്റാണ്ടിൽ വെസ്ലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലുണ്ടായ ആത്മീയ ഉണർവ് വ്യക്തികളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി. അതുമൂലം സമൂഹം തന്നെ രൂപാന്തരപ്പെട്ടു. ഉദാഹരണത്തിന്, മദ്യം കഴിക്കുവാൻ ആളില്ലാതിരുന്നതിനാൽ മദ്യശാലകൾ അടച്ചുപൂട്ടി. ആ ബിസിനസ് തന്നെ പൂട്ടേണ്ടതായി വന്നു. തൊഴിലാളികൾക്ക് ജോലി ചെയ്യുവാൻ സൗകര്യപ്രദമായ അന്തരീക്ഷവും ന്യായമായ വേതനവും മുതലാളിമാർ കൊടുത്തതിനാൽ ജോലി മേഖലകളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ബാലവേലയ്ക്കെതിരായി നിയമങ്ങൾ നടപ്പിലാക്കി. കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ടുള്ള അവസരമൊരുക്കി. മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ആത്മീയ മുന്നേറ്റമായിരുന്നു അന്നവിടെ സംഭവിച്ചത്. കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധത്താൽ ജനം എല്ലാവരും നിറഞ്ഞു. ഇന്നും നമ്മുടെ സമൂഹങ്ങൾക്ക് ആവശ്യം ഇതുപോലെയുള്ള ആത്മീയ ഉണർവാകുന്നു. മദ്യവർജനത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചാലോ, മദ്യനിരോധനം നിയമമാക്കി അടിച്ചേൽപ്പിച്ചാലോ മനുഷ്യൻ മദ്യപാനം ഉപേക്ഷിക്കില്ല. കൈക്കൂലി കൊടുക്കരുതെന്നോ വാങ്ങരുതെന്നോ നിയമം കൊണ്ടുവന്നാൽ ആരും കൊടുക്കാതെയും വാങ്ങാതെയും ഇരിക്കുകയില്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. നിയമത്തിനപ്പുറം കാര്യം കാണുവാൻ മനുഷ്യൻ പഴുതുണ്ടാക്കും. ഇവിടെ ആവശ്യം മനുഷ്യരിൽ രൂപാന്തരം ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനുള്ള ഒരേ ഒരു മാർഗം ആത്മീയമായ ഉണർവാണ്. ഇതായിരുന്നു യിരെമ്യാവിൻ്റെ ദൂത്. ഇത്രയും വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന ഒരു യുവ പ്രസംഗകനെ ആരും അഭിനന്ദിച്ചെന്ന് വരില്ല. ഇന്ന് അവനെ വെറുത്ത് അവരുടെ അടുത്തടുപ്പിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ശരിക്കും കാണുവാൻ കഴിയുന്നു. ഏകനായി നിന്ദിതനായി നിൽക്കുന്ന യിരെമ്യാവ്. അധികം പ്രായമൊന്നുമില്ല, എന്നാൽ തന്നെ അവൻ അത് വിശ്വസ്തയോടെ അറിയിച്ചു. അത് ഭാഗികമായ ഒരു ഉണർവിലേക്ക് നയിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഞാൻ വായിക്കട്ടെ. അതുകൊണ്ട് നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്, എന്നോട് പക്ഷവാദം ചെയ്യുകയും അരുത്, ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കയില്ല. ദൈവം യിരെമ്യാവോട് പറയുകയാണ്, ഈ ജനം എങ്കിലേക്ക് തിരിയുന്നത് വരെ നീ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. ഇത് ഭയാനകമായ ഒരു വാക്യമാകുന്നില്ലേ? ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് ദൈവം പ്രവാചകനോട് പറയുന്നത്. വാസ്തവമാണ്. ദേശം ദൈവത്തിൽ നിന്ന് വളരെ ദൂരത്തിൽ പോയിരിക്കുന്നു. അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് വരെ അവർക്ക് പ്രത്യാശയ്ക്ക് യാതൊരു വഴിയുമില്ല എന്നാണ് ദൈവം പറയുന്നത്. ചിലരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്ത സമയമുണ്ടെന്നാണ് ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നത്. നാം മനുഷ്യരുടെയൊക്കെ മുമ്പിൽ ചെന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആർക്കു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം വിവേചിച്ചറിഞ്ഞിട്ടേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവൂ. ആശുപത്രിയിൽ രോഗിയായി കിടന്നിരുന്ന ഒരു സ്നേഹിതനെ സന്ദർശിക്കുവാൻ ഒരിക്കൽ പോയപ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഈ സ്നേഹിതൻ്റെ അടുത്ത കിടക്കയിൽ കിടന്നിരുന്ന രോഗിയായ മനുഷ്യൻ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. തീർച്ചയായും നല്ലൊരവസരമാണ്. ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആത്മീയാവസ്ഥയെക്കുറിച്ച് അല്പം ചോദിച്ചു. ഇത്രേ ചോദിച്ചുള്ളൂ, യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാമോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ മറുപടിയായി അദ്ദേഹം വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഒരു വിധത്തിൽ അതിനോട് വലിയ താല്പര്യമില്ലാത്തതുപോലെ പ്രതികരിച്ചു. തുടർന്ന് അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞു, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു. രക്ഷിക്കാൻ കഴിയുന്ന, അനുഗ്രഹിക്കാൻ കഴിയുന്ന, വിടുവിക്കുവാൻ കഴിയുന്ന യേശു. എന്നാൽ അത് അങ്ങോട്ട് കൈക്കൊള്ളുവാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതൊരു പ്രശ്നമല്ല.
എന്നാൽ താങ്കൾ ചിന്തിക്കുന്നത് പോലെ രോഗം മാറി അനുഗ്രഹം തരണമെന്നല്ല, പിന്നെയോ താങ്കളുടെ പാപം പോക്കി താങ്കളെ രക്ഷിക്കണമേ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആത്മരക്ഷ ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി വേണം നാം ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങോട്ട് പോരെ, ദൈവം അനുഗ്രഹിക്കും, ദൈവം വാരിക്കോരി തരുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ ആകർഷിക്കുന്നത് സൂക്ഷിച്ചു വേണം. ദൈവം യിരെമ്യാവോട് പറയുന്നത്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ഈ ജനം പ്രവാസത്തിലേക്ക് പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കരുത്. അവർ എങ്കിലേക്ക് തിരിയേണ്ടതിനായി പ്രാർത്ഥിച്ചാലും നീ എൻ്റെ ദൂത് അവർക്ക് നൽകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇതാണ് ദൈവം പറയുന്നത്. ഇത് ശരിക്കും കാര്യത്തിലേക്ക് കടക്കുകയാണ്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ? ഞായറാഴ്ചത്തെ താങ്കളുടെ ആചാരങ്ങൾ പോലെ തന്നെ ദൈവം തിങ്കളാഴ്ചത്തെ താങ്കളുടെ പെരുമാറ്റ രീതികളിലും തൽപരനാണ്. ഒരു ക്രിസ്തുവിശ്വാസി ആത്മാർത്ഥതയുള്ളവനാകുന്നുവോ എന്ന് ദൈവം നോക്കുന്നത് ഞായറാഴ്ചത്തെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അഭിനയത്തിലല്ല, പിന്നെയോ തിങ്കളാഴ്ചത്തെ അവരുടെ തൊഴിലിലാകുന്നു എന്ന് മറക്കരുത്. 23-ാം വാക്യം ഞാൻ വായിക്കട്ടെ. 7-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. താൻ അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവരുടെ അനുസരണം മാത്രമാകുന്നു എന്ന് ദൈവം വീണ്ടും അവരോട് പറയുന്നു. ദൈവാലയത്തിലേക്ക് വരുന്നത് വളരെ നല്ല കാര്യം, എന്നാൽ അത് അവരുടെ അനുസരണത്തിന് പകരമാകുകയില്ല. ഇന്ന് അനേകരും ആരാധനയ്ക്കെന്ന് പറഞ്ഞു പോകുന്നത് മറ്റു പല ഉദ്ദേശങ്ങളോടെയാണ്. ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കൽ വെളിയിൽ പോകുവാൻ കിട്ടുന്ന ഒരു അവസരമാണ്. മറ്റുള്ളവരെ കാണുവാനും ചിലതൊക്കെ കാണിക്കുവാനും ലഭിക്കുന്ന ഒരേ ഒരു അവസരമാകുന്നു പലർക്കും. ചിലർ ശുശ്രൂഷകനെ കാണിക്കുവാനും മറ്റു ചിലർ ഒന്ന് വിശ്രമിക്കുവാനും ഒക്കെയായി പോകുന്നു. ഇത്രയൊക്കെ പോയിട്ടും അവരുടെ ജീവിതത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇന്നും പരദൂഷണം പറയും, മറ്റുള്ളവരെ ക്രൂശിക്കും, കുതികാൽ വെട്ടും, ലോകക്കാരെ പോലെ തന്നെ ജീവിക്കും. യിരെമ്യാവിൻ്റെ ജനവും ബാലിനെ ആരാധിക്കുവാൻ പോയിക്കൊണ്ടിരുന്നു. ഒരു സാക്ഷ്യവുമില്ലാത്ത ഒരു ജീവിതം ജീവിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നതിനാൽ ഒരു പ്രത്യേക സാക്ഷ്യം നാം നൽകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നൽകുന്ന സാക്ഷ്യത്തോളം അതൊക്കില്ല എന്നോർക്കണം. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് നാം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കാൻ എന്നതുകൊണ്ടാണ്. 26-ഉം 27-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു. ഈ വചനങ്ങളെയൊക്കെയും നീ അവരോട് പറയുമ്പോൾ അവർ നിനക്ക് ചെവി തരികയില്ല. നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം പറയുകയില്ല. താൻ പറയുന്നത് കേട്ടപ്പോൾ മുൻപോട്ട് വന്ന് തങ്ങൾ ഇനിയും ദൈവത്തെ അനുസരിച്ചോളാം എന്ന് പറയുന്ന ആരും തന്നെ യിരെമ്യാവിനെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ദൂത് ആരും ചെവിക്കൊണ്ടില്ല. എന്നാലും അത് അറിയിക്കുക എന്നത് യിരെമ്യാവിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ദൈവം അവനോട് ആ ജോലി ചെയ്യുവാൻ പറഞ്ഞു, തൻ്റെ വചനം അറിയിക്കുന്ന ജോലി. ഒരു നല്ല പ്രതികരണവും ഇല്ലെങ്കിൽ പോലും അവനത് ചെയ്യണമെന്ന് ദൈവം അവനോട് പറഞ്ഞു. ദൈവവചനം പ്രസംഗിക്കുകയും പ്രസംഗിക്കുന്നതിനനുസരിച്ച് ജീവിക്കുകയും ആകുന്നു നാം ചെയ്യേണ്ടത്. 29-ാം വാക്യം ഞാൻ വായിക്കട്ടെ. നിന്റെ തലമുടി കത്തിരിച്ചെറിഞ്ഞു കളക, മൊട്ടക്കുന്നിന്മേൽ കയറി വിലാപം കഴിക്കുക. യഹോവ തൻ്റെ ക്രോധത്തിൻ്റെ സന്തതിയെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവം അവരെ സംബോധന ചെയ്യുന്നത് ക്രോധത്തിൻ്റെ സന്തതി എന്നത്രേ. യെരുശലേമിൻ്റെ മേൽ ന്യായവിധി വരുവാൻ പോകുന്നു. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോൻ താഴ്വരയിലുള്ള തെഫോത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയതുമല്ല. മോലെക് ദേവൻ്റെ ചുട്ടുപഴുപ്പിച്ച പിത്തള കൈകളിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ വെച്ച് ബലിയർപ്പിച്ചിരുന്ന ഹിന്നോം താഴ്വരയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായിരുന്നു തോഫെത്ത്. ദേവാലയ കവാടത്തിങ്കൽ നിന്ന് യിരെമ്യാവ് നൽകുന്ന ദൂത് 8-ാം അധ്യായത്തിലും തുടരുന്നു. 8-ാം അധ്യായത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 9-ാം വാക്യം: ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ച് കളഞ്ഞുവല്ലോ. അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. ആ ജനം ദൈവത്തിൻ്റെ വചനം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പാപം. ഇന്നും നമ്മുടെ സമൂഹത്തിലെ പുഴുക്കത്തിന് കാരണം ദൈവവചനത്തെ നിരസിച്ചതാണ്. സാമ്പത്തികമായി നാം കുഴപ്പമില്ലാത്ത അവസ്ഥയിലായിരിക്കാം, എന്നാൽ തകർന്ന കുടുംബാന്തരീക്ഷവും ഭയാനകമായ സമൂഹവും എത്ര ശോചനീയമായ സ്ഥിതിവിശേഷമാണ്. യിരെമ്യാവ് തൻ്റെ ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് താണിറങ്ങി ചെല്ലുന്നു. എന്നിട്ട് ഈ വിലാപം ചൊല്ലുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് ദൈവം തക്കതായ മാർഗമൊരുക്കിയെങ്കിലും അവർ അത് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. ജീവിതത്തിൽ ദൈവശബ്ദം വളരെ വ്യക്തമായി കേട്ടിട്ടും അതിനോട് മറുതലിച്ച് ജീവിക്കുന്ന ജീവിതം എത്ര ദുഃഖകരമായ അവസ്ഥയിലേക്കാകുന്നു നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാതിരുന്ന യിരെമ്യാവിൻ്റെ ജനത്തിൻ്റെ അവസ്ഥ. ഇന്നും ഇതുപോലെ ദൈവത്തോട് മറുതലിക്കുന്ന മനോഭാവമാണോ നമുക്കുള്ളത്? ചിന്തിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദേവാലയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് ജനത്തോട് വിളിച്ചു പറഞ്ഞ ദൂതാണ് ഇന്ന് നമ്മൾ കേട്ടത്. ക്രിസ്തുവിൻ്റെ സമയത്തും സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല എന്ന് നമുക്കറിയാം. തൻ്റെ ശുശ്രൂഷകൾ മുഴുവനും അന്നത്തെ ആലയത്തിന് പുറത്തായിരുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ ആ ആലയം പൊളിച്ചു മാറ്റപ്പെട്ടത് ചരിത്രമാകുന്നു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് ലവോദിക്കയിലുള്ള ദൈവസഭയോട് ദൈവം സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ ഈ അന്ത്യകാലത്തും സ്ഥിതിക്ക് വ്യത്യാസമില്ലാതെ തുടരുന്നതായി കാണുവാൻ സാധിക്കും.